നഗരഗതാഗതത്തിൽ മറ്റൊരു പുതിയ മാതൃകയ്ക്കും ടൂറിസം വികസനത്തിനും തുടക്കം കുറിക്കുകയാണ് കൊച്ചി മെട്രോ. നഗരവികസനത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കളമൊരുക്കുന്ന പരിഷ്കരിച്ച കനാൽ നവീകരണ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതോടെയാണ് തീരുമാനം. കൊച്ചി മെട്രോയുടെ 3716 കോടി രൂപയുടെ ഇന്റഗ്രേറ്റഡ് അർബൻ റീജനറേഷൻ ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകിയത്. കൊച്ചിയിലെ വെള്ളക്കെട്ടുകൾക്ക് പരിഹാരമുണ്ടാക്കാനും മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ അറുതി വരുത്താനും പദ്ധതിക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കനാൽ ഡ്രേജ് ചെയ്യാൻ വേണ്ടി വരും. അതുകൂടാതെ കനാലിയുടെ ബാങ്ക്സ് തീരദേശം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വരും. അവർ കുറേ ഡെവലപ്മെൻറ്റ് ചെയ്താൽ മാത്രം ഈ പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആവും. ഇത് നാവിഗേബിൾ ആക്കിയാലേ നമുക്ക് വേറെ ഒരു ഗുണം കിട്ടാൻ പോകുന്നുണ്ട്. ഇത് വെള്ളപ്പൊക്കം ഉണ്ടാക്കില്ല. കാരണം നമ്മൾ ഡ്രേജ് ചെയ്താൽ ഒരുപാട് വെള്ളം കായലിലേക്ക് ലാസ്റ്റ്ലി കടലിലേക്ക് പോകും. ഇതാണ് കോൺസെപ്റ്റ്. ഇതിനൊപ്പം തന്നെ കൊച്ചിക്ക് പുതിയ ചില ടൂറിസം കേന്ദ്രങ്ങൾ കൂടി പദ്ധതി പൂർത്തിയാകുന്നതോടെ ലഭിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നഗരത്തിലെ 6 കനാലുകളാണ് ആഴം കൂട്ടി സൗന്ദര്യവൽക്കരിക്കുന്നത്. പെരണ്ടൂർ, ചിലവന്നൂർ, ഇടപ്പള്ളി, തേവര, കോന്തുരുത്തി, മാർക്കറ്റ് കനാൽ എന്നിവയാണവ. എല്ലാ കനാലുകളും ആഴം കൂട്ടി ചുരുങ്ങിയത് 16.5 മീറ്റർ വീതി ഉറപ്പാക്കും. എല്ലാ കനാലുകളുടെയും ഇരുവശത്തും നടപ്പാതകൾ നിർമ്മിച്ച് മനോഹരമാക്കും. ഇതിൽ ഇടപ്പള്ളി, ചിലവന്നൂർ കനാലുകളിലാണ് ബോട്ട് സർവീസ് ആരംഭിക്കുക. ഇതിനായി 3.5 മീറ്റർ ഉയരമുള്ള 10 ബോട്ടുകൾ വാങ്ങാനാണ് കൊച്ചി മെട്രോ ഉദ്ദേശിക്കുന്നത്. കൊച്ചിക്ക് മറ്റൊരു മറൈൻ ഡ്രൈവ് കൂടി കിട്ടാനുള്ള സാഹചര്യമാണ് ഉയർന്നുവരുന്നത്. ചിലവന്നൂർ കനാലിനു സമീപം ബണ്ട് റോഡിന്റെ പുനർനിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. കനാൽ നവീകരണം പൂർത്തിയാകുന്നതോടെ ഈ മേഖലയുടെ ടൂറിസം സാധ്യതകൾ 10 മടങ്ങായി വർദ്ധിക്കുമെന്ന് ലോക്നാഥ് ബെഹ്റ ചൂണ്ടിക്കാട്ടി. ഡ്രേജിംഗ് ചെയ്തിട്ട് റെഡിയാക്കിയാൽ അതുകൂടാതെ എംബാങ്ക്മെന്റുകൾ ആ തീരദേശങ്ങൾ ഒരു ഡെവലപ്മെന്റ് ചെയ്താൽ വെള്ളപ്പൊക്കം ഡെഫിനറ്റായിട്ട് കുറയും. അതിലൊരു സംശയമില്ല. ഇപ്പോൾ ആക്ച്വലി അപ്പോൾ ഡെപ്ത് ഓൾസോ സിൽട്ടേഷൻ ഉള്ളത് കൊണ്ട് ഭയങ്കര കുറഞ്ഞു പോയിട്ടുണ്ടോ. നേരത്തെ പോലെ ഇടപ്പള്ളി തോട് ഇപ്പോൾ പോലെ അല്ല. അത് ഡെപ്ത് ഇപ്പോൾ വളരെ ലോ ആണ്. ഇപ്പോൾ ഡ്രേജിങ് ചെയ്യാം, എംബാങ്ക്മെന്റ് ഡെവലപ്പ് ചെയ്യാം. അതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്ച്വലി ഈ വെള്ളപ്പൊക്കത്തിലെ ഒരു ഡെഫിനറ്റ് വ്യത്യാസം ഉണ്ടാകും. ഇവയ്ക്ക് പുറമെയാണ് പദ്ധതിയുടെ ഭാഗമായി വാട്ടർ അതോറിറ്റി മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. എളംകുളം, വെണ്ണല, പെരണ്ടൂർ, മുട്ടാർ എന്നിവിടങ്ങളിലാണ് 1325 കോടി രൂപ മുടക്കി 4 സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ കനാലുകളിലൂടെയുള്ള ഗതാഗതത്തിനും കനാൽ തീരങ്ങളിൽ വാട്ടർ സ്പോർട്സ് ഉൾപ്പെടെയുള്ളവ ഏർപ്പെടുത്തുന്നതിനും നഗരഗതാഗതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കുമാണ് കളമൊരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, എറണാകുളം.